പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. റാം മോഹന്റെ കൂടെയുള്ള ശത്രുത പുതിയൊരു വഴിത്തിരിവാണ് നമ്മുടെ അഭിഷേകിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. റാം മോഹൻ ഇതേ തുടർന്ന് അഭിഷേകിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ഇഷയാകട്ടെ തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും പിറകോട്ട് പോവുകയില്ല എന്നുള്ള തീരുമാനം ഉറച്ച് എടുക്കുന്ന ഇഷ ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ രാംമോഹനാകട്ടെ അഭിഷേകിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകുകയും ചെയ്യുന്നു. ഇതോടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിനെ. ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ മുൻപിലേക്ക് റാംമോഹൻ കയറി വരുന്നത്. തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ മകളെ വശീകരിച്ച് തട്ടിയെടുക്കാം എന്നുള്ള മോഹം മാറ്റിവെക്കുന്നതാണ് അഭിഷേകിന് നല്ലത് എന്നുള്ള കാര്യവും പറയുന്ന അയാൾ ഇവിടെ നിന്ന് ജീവനോടെ പോകണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് റാംമോഹൻ എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് താൻ ഒരിക്കലും ഇഷയെ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം റാംമോഹനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.